നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാക്കനാട് മാർ അത്തനേഷ്യസ് ഹൈസ്കൂളിൽ 1982 പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് IAS, IPS തുടങ്ങി ഉന്നത പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി റീവാംപ് MAHS എന്ന പേരിൽ പരിശീലന പരിപാടി ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ MB സുകുമാരൻ നായർ നിർവഹിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കുറെ കുട്ടികളെങ്കിലും വളരെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലെത്തുകയും സമൂഹത്തിന് നല്ല നിലയിൽ സംഭാവന ചെയ്യാൻ കഴിവുറ്റവരാക്കി മാറ്റുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. ഇത്തരത്തിലുള്ള പദ്ധതി വ്യക്തികളെ വളരെയേറെ കഴിവുള്ളവരാക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. IAS ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ IAS എന്ന് പറയുന്ന സർവീസ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരും അവർക്കെല്ലാം വേണ്ടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശനിയാഴ്ചകളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് കുട്ടികളോട് എനിക്ക് വേറെ കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിപ്പോ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും കൂടുതൽ അല്ലെ? അപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്ന വിഷയം ഏതാണ്? ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണ്? ഹിന്ദി, മാത്സ്, മലയാളം, എല്ലാം. എത്ര പേര് IAS എന്ന് പറയുന്ന ഒരു സർവീസിലെത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്? IAS ഡ്രീമായിട്ട് കൊണ്ടുവരുന്ന എത്ര പേരുണ്ട്? പക്ഷെ ഇവിടെ ആ ഒരു കണക്ഷൻ കിട്ടാത്തതാണെന്ന് വെച്ചാൽ പലരും ഈ സബ്ജക്ട്സിനോടുള്ള താല്പര്യമില്ലാതെയാണ് പലപ്പോഴും സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ചിരുന്നത്. നമുക്ക് 2 രീതിയിലായിരിക്കും കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന്, സ്കൂൾ സബ്ജക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് സബ്ജക്ട്സിൽ ഇപ്പോൾ വീക്കായിട്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും കൂടുതൽ താല്പര്യം ജനറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യും. 2, സിവിൽ സർവീസിന് ആവശ്യമുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അതും സ്കൂളിന് വേണ്ടിയിട്ട് നമുക്ക് ഓവർലാപ്പിംഗ് വരുന്ന സബ്ജക്ട്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിൽ അവർക്ക് എങ്ങനെ താല്പര്യം ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ക്ലാസ് ഓർഗനൈസ് ചെയ്യും.